ഗൈസ്, അങ്ങനെ നമ്മൾ മലേഷ്യയിലേക്ക് പോയിട്ടുള്ള അണ്ടർ 23 ക്യാമ്പയിൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ 2 മത്സരങ്ങൾ കളിക്കാനാണ് മലേഷ്യയിലേക്ക് പോയത്. അവരുടെ അണ്ടർ 23 ടീം നമുക്കറിയാം AFC അണ്ടർ 23 കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഇന്ത്യ ഇൻവിറ്റേഷൻ കിട്ടുന്നതും ഇന്ത്യ കളിക്കാൻ പോകുന്നതും എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള ഒരു മാച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ആ ഒരു മത്സരം ഒരു തോൽവിയായിരുന്നു, 2-1 എന്ന് പറയുന്നൊരു തോൽവിയായിരുന്നു. മാച്ച് റിപ്പോർട്ട് വായിച്ചിട്ടുള്ളത് മറ്റ് കിട്ടിയ ഇൻഫോർമേഷനൊക്കെ വെച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുന്നു അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് പോയിട്ടുള്ളൊരു ടീമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയ ടീമാണ്, പുതിയ കോച്ചാണ്, പ്ലേയേഴ്സ് തമ്മിൽ ഒന്നിച്ച് കളിച്ചിട്ടില്ല. ആ ഒരു മാച്ച് തന്നെ മാക്സിമം പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കളിപ്പിച്ചതെന്നൊക്കെ ഉള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ മാച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ഒരുപാട് കൃത്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നമുക്കറിയാം ഈ 2 മാച്ചസും സ്ട്രീമിങ്ങും ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഈ ഒരു മത്സരത്തിൽ നമുക്കൊരു 1-1 ഡ്രോ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ മത്സരം മലേഷ്യക്കെതിരെ. അത് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഗോൾ ഓൺ ഗോളായിരുന്നു അഭിഷേക് സൂര്യവംശിയുടെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ തൊയ്ബ സിംഗ് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടാണ് ആ ഒരു മത്സരം ഒരു 1-1 എന്ന നിലയിൽ ഒരു സമനില നേടിയെടുക്കാൻ സാധിച്ചത്. സോ ഈ 2 മത്സരങ്ങൾ അവസാനിക്കുന്ന സമയത്ത് എനിക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ മലേഷ്യ ഒരു നല്ല സെറ്റായിട്ടുള്ള ടീമാണ്. അവർക്കൊരു ഫോറിൻ കോച്ച്, ഐ തിങ്ക് സ്പാനിഷ് മറ്റോ കോച്ചുണ്ട്. സോ അവർ ഒന്നിച്ച് കളിക്കുന്ന ടീം, ഈ ഒരു 16 ടീമുകൾ പങ്കെടുക്കുന്ന അണ്ടർ 23 ഏഷ്യൻ കപ്പിൽ യോഗ്യത നേടിയിട്ടുള്ള ടീമാണ്. സോ ആ ഒരു ലെവലിൽ പോയി അവരുടെ നാട്ടിൽ പോയിട്ട് ഈ ഒരു ഇങ്ങനത്തെ 2 റിസൾട്ടുകൾ, ഇപ്പം 2-1 ആണെങ്കിലും ഇപ്പോൾ അവസാനത്തെ ഒരു 1-1 ഡ്രോ ആണെങ്കിലും അത്ര മോശമല്ലാത്ത റിസൾട്ടാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ കൂടി നോക്കണം. കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു കോച്ച് വഴിയായിട്ട് പോയി അങ്ങനെ ഒരു ടാക്റ്റിക്കലി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുള്ള മത്സരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മത്സരം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ട്വീറ്റ് പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ല പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഒരു വണ്ട അടിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് തന്നെയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പല മേഖലകളിൽ ഇമ്പ്രൂവ് ചെയ്യാണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്നുണ്ടായ ടീമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിന് കൃത്യമായിട്ടുള്ള ഇടവേള, ഇപ്പം ക്യാമ്പൊക്കെ കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ടാക്റ്റിക്കൽ എൻഹാൻസ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്പോഷേഴ്സ് കൊടുക്കുക, അതുപോലെ റെഗുലറായിട്ടുള്ള മത്സരങ്ങൾ കിട്ടുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഡെവലപ്പ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതിന് പൊട്ടൻഷ്യലായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മത്സരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ റെഗുലറായിട്ട് നമ്മൾ ഈ ടീമൊക്കെ ഒന്നിച്ച് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ വരാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അണ്ടർ 23 എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റിലേക്ക് നമുക്ക് യോഗ്യത എന്ന് പറയുന്നൊരു സ്വപ്നമാണ്, അതിലേക്ക് എത്താൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് അല്ലെങ്കിൽ അണ്ടർ 23 നിൽക്കുന്നത്. അവിടുന്ന് നമുക്ക് ആണ് പരിഗണിക്കാൻ പറ്റുന്നത് സീനിയർ ലെവലിലേക്കൊക്കെ. അപ്പം ആ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ ISLൻ്റെയൊക്കെ ഇടയിൽ പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു മത്സരം കളിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും AFF ചെയ്ത ഡിസിഷനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇനിയും മുന്നോട്ട് മത്സരങ്ങൾ വേണം. അപ്പോൾ ഇനി ജൂണിലൊക്കെ വരുന്ന സമയത്ത്, ഓഫ് സീസണൊക്കെ ആകുന്ന സമയത്ത് ഇതുപോലത്തെ മാച്ചസ് കൊടുക്കണം. പറഞ്ഞാലും മിനിമം ഒരു 10 മാച്ചെങ്കിലും, മിനിമമാണ് ഞാൻ പറഞ്ഞത്, ആദ്യ ഘട്ടം എന്ന നിലയിൽ നമുക്ക് സീനിയർ ടീമിന് കിട്ടുന്ന അത്രയും തന്നെ മാച്ചസ് വേണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞതുപോലെ പ്ലേയേഴ്സ്, ഇപ്പം നമുക്ക് അറിയാം പല പൊസിഷൻസ് നമ്മുടെ സീനിയർ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ISL പെർഫോം ചെയ്യുന്നതൊക്കെ ചില പ്ലേയേഴ്സിനെ നമുക്ക് ആദ്യം അണ്ടർ 23 ഇട്ട് നോക്കിയിട്ട് അവർ ആ ഒരു ഇൻറ്റൻസിറ്റിയിലേക്ക് എങ്ങനെ വർക്കാവുന്നു എന്നുള്ളത്, അത് നാഷണൽ ടീമും ISL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പം അവിടെ എങ്ങനെ വർക്കാവുന്നു എന്നുള്ളത് നമുക്ക് അണ്ടർ 23 ഇട്ടൊന്ന് പരീക്ഷിക്കാൻ പറ്റും. ഇപ്പം ഈവൻ ഗില്ലാണെങ്കിലും, അല്ലെങ്കിൽ ഗുർക്കീറത്ത്, ഐമൻ, പാർദിബ്, വിപിൻ, സനാൻ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. അപ്പം ഈ താരങ്ങളെയൊക്കെ നമുക്ക് അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അണ്ടർ 23. സോ അവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ട് സീനിയർ ടീമിലേക്ക് പരിഗണിക്കുക എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റും. ഏതായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ഒരു ഇനിഷ്യേറ്റീവ് തുടക്കം വളരെ നല്ലതാണ്. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ച്, റെഗുലറായിട്ട് മത്സരങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കോച്ച് ആവശ്യമാണ്. ഇതിപ്പം പെട്ടെന്ന് കൊണ്ടുവന്നതാണ് നൗഷാദ് മൂസയൊക്കെ. അപ്പം നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു കോച്ച് വേണം. ഈ പ്ലേയേഴ്സിന് റെഗുലറായിട്ടുള്ള മത്സരങ്ങൾ വേണം. അതിൽ പെർഫോം ചെയ്യുന്നവരെ നമുക്ക് പറഞ്ഞ പോലെ സീനിയർ ടീമിലോട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ അണ്ടർ 23 നമുക്ക് യോഗ്യത നേടാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അണ്ടർ 23 ക്യാമ്പയിന് ശേഷം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒപ്പം സ്വാഭാവികം അഭിപ്രായം പറ്റുകയാണെങ്കിൽ ഞാനൊന്ന് സനിയ.